ലോഡ്. എൻ്റെ പേര് ആനി. ഞാൻ മതിലകം സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകമാണ്. എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ചേട്ടൻ അബുദാബിയിലാണ്. അബുദാബിയിൽ പ്രിൻറ്റിങ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് തുടച്ചുകൊണ്ടിരിക്കലേ പെട്ടെന്ന് തല കറങ്ങി വീണു. ബിപിയും ഷുഗറും കൂടി ആൾ തളർന്നു പോയി. ചേച്ചിയുടെ കൂടെയുള്ള ഫ്രണ്ട് വന്ന് ചേട്ടന് എല്ലാവരും കൂടെ വന്ന് ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ചേട്ടന് ആകെ കോമ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. ബി ഷുഗർ തലക്കടിച്ച് ബ്ലീഡിങ് ആയി. അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ചേട്ടൻ്റെ ബിപിയും കൂടി തലയിൽ ബ്ലീഡിങ് ഒക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടാണ്, സീരിയസ് കണ്ടീഷനാണെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയും അവിടെ ചേട്ടൻ്റെ അടുത്ത് എത്തി. വേഗം അവിടെ ചെന്ന് അവിടെ എല്ലാവരും കൂടെ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു കിട്ടാൻ സാധ്യതയില്ല, ആൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദിവസവും അത്ഭുത ജപമാല പങ്കെടുക്കുമായിരുന്നു. അന്ന് രാത്രി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരുന്ന് മണ്ണിട്ട് മുട്ടുത്തി ചേട്ടന് വേണ്ടി സ്വർഗസ്ഥനായ അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഔസേപ്പിതാവിൻ്റെ ഇതുണ്ടായിരുന്നു, അതും പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലേ പിറ്റേ ദിവസം അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കലേ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഐസിയുവിലായിരിക്കുന്ന മകനെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ ചേട്ടനാണ് സുഖപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കുള്ളിൽ ചേട്ടൻ അവർ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. ചേട്ടനൊരു കുഴപ്പമില്ല, പക്ഷേ സ്റ്റോക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു, നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ചേട്ടൻ നടത്തിക്കൊണ്ടിരുന്നു. ചേട്ടന് ഒരു കുഴപ്പം കൂടാതെ നടന്നു. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വെള്ളിയാഴ്ച ചേട്ടൻ കമ്പനിയിലെത്തി, അവിടെ കോട്ടേഴ്സിലെത്തി. തിങ്കളാഴ്ച തുടങ്ങി ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങി. പിന്നത്തെ ആഴ്ച ചേട്ടന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോക്കിയിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ സർജറി വേണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് 3 ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ യാതൊരു കുഴപ്പമില്ല. MRI സ്കാനിലെടുത്ത് നോക്കിയപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോയ്ക്ക് 1000 നന്ദി. ശക്തമായിട്ട് നമുക്ക് കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം.